ഞാന് മിഷേൽ മൊറാൻ എന്ന് പറയുന്ന നേരത്തെ ഇക്രിസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആളാണ്. മിഷേൽ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ജീസസ് യൂത്ത് മൂവ്മെന്റിനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഉള്ള ഒരു അത്ഭുതം എന്ന് പറയുന്നത്, പുള്ളിക്കാരത്തെ ഒരു കരിസ്മാറ്റിക് കവനൻ കമ്മ്യൂണിറ്റി എന്ന് വന്ന ആളും അദ്ദേഹം അവർ പറഞ്ഞതാണ്, ജീസസിനെ കാണുമ്പോൾ എനിക്കൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു കവനൻ കമ്മ്യൂണിറ്റിയിലുള്ളതിനേക്കാളും ആഴത്തിലുള്ള ബന്ധങ്ങളും അങ്ങനത്തെ ഒരു അടുപ്പവും നിങ്ങൾക്കിടെ കാണുന്നുണ്ട്. ഇതിന്റെ ഒരു രഹസ്യം എന്താണ്? കവനൻ കമ്മ്യൂണിറ്റി അവർ കവനന്റ് ഒക്കെ സൈൻ ചെയ്താൽ അത് വരുന്നത്, പക്ഷെ ഇത് അതിനേക്കാളൊക്കെ ആഴത്തിലുള്ള ഒരു 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 ആ ബന്ധങ്ങള്. ഞാൻ എപ്പോഴും വിചാരിക്കും അതിന് പ്രധാനപ്പെട്ട കാര്യം പിള്ളേർക്ക് വെച്ച് തന്നെയാണ് അത്. അത് മനുഷ്യരുടെ, ഞാൻ ഒരു കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ചെറിയ വാക്കായി പോകും. മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകാനായിട്ടും, എന്റെയൊക്കെയാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലി മാത്രമല്ല, എൻ്റെ ബ്രദറിന്റെ, സിസ്റ്ററിന്റെ, പേരൻസിന്റെ എല്ലാവരുടെയും കാര്യത്തിൽ, എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങളും എല്ലാത്തിലും ഇൻവോൾവ് ആകുന്ന ഞങ്ങളുടെ എല്ലാ കുടുംബത്തിന്റെ ഒരു ഭാഗമാകുന്നു. ഞങ്ങളുടെ അല്ല, എനിക്കൊന്ന് ആയിരങ്ങളുടെ അങ്ങനെ കുടുംബത്തിന്റെ ഭാഗമായി തീരാനായിട്ടും അത് നമ്മളെയും അതിന് പ്രചോദിപ്പിക്കുകയാണ്. നമ്മൾ ഒരു കൂട്ടായ്മ ഒന്നിച്ചു പേര് മാത്രമല്ലേ, നമ്മൾ അനേകം മനുഷ്യരുടെ ജീവിതത്തിന്റെ ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ സഹോദരരൊക്കെ ആയി തീരുന്ന അങ്ങനെ ഒരു DNA മൂവ്മെന്റിലേക്ക് കൊണ്ടുവന്നതും, നമ്മുടെ മൂവ്മെന്റിലെ ഒരു കാരിയസ് നമ്മൾ പറയുമല്ലോ, ഹോസ്പിറ്റാലിറ്റി എന്ന് പറയല്ലോ എപ്പോഴും നമ്മൾ പറയണേ. ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നത് പള്ളിയച്ചനിൽ നിന്ന് വന്നിട്ടുള്ള, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയല്ല, പക്ഷേ എന്നാലും ഇത് പള്ളിയച്ചനിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം അച്ഛന് ഞാൻ വഴക്കുണ്ടാക്കിയ ഒരു ഞാൻ അച്ഛനോട് വഴക്കുണ്ടാക്കിയ ഒരു കാര്യമുണ്ട്. അച്ഛന് സെല്ലുലൈറ്റിസ് വന്ന് ശരി. കാല് വയ്യാതിരുന്ന സമയത്ത്, കാല് നീര് വെച്ചിരുന്ന സമയത്ത്, അച്ഛൻ ഒരു ഫാമിലിയുടെ തർക്കം തീർക്കാനായിട്ട്, ഫാമിലിയിലുള്ള ബന്ധത്തിന്റെ പ്രശ്നം ഇവിടുന്ന് കണ്ണൂർ വരെ ബസ്സിന് പോയി അച്ഛൻ. തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. അത് അച്ഛനെ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് അങ്ങനെയായിരുന്നു അച്ഛൻ ആളുകളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നത് ഓരോ കാര്യങ്ങളിലും. ഞാൻ ആദ്യം അച്ഛനെ കാണുന്നത് എനിക്കൊന്ന് 87, 88 സമയത്താണ്. അത് ഞാൻ റിട്രീറ്റ് കഴിഞ്ഞിട്ട്, എൻ്റെ ആദ്യത്തെ റിട്രീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം ഞാൻ അച്ഛനെ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചൊരു വളരെ വ്യത്യാസമുള്ള അച്ഛൻ എന്ന് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ അതിനടുത്ത ആഴ്ച, തൊട്ടടുത്ത ആഴ്ച, ഞാൻ ആദ്യത്തെ റിട്രീറ്റ് കഴിഞ്ഞ അടുത്ത ആഴ്ച അച്ഛന്റെ മെസ്സേജ് എനിക്ക് വന്നു. എന്നോട്, എനിക്കൊന്ന് കൊല്ലത്തായിരുന്നു, കൊല്ലത്തൊരു പ്രോഗ്രാമിന്, ഒരു റിട്രീറ്റിന് അച്ഛനെ സഹായിക്കാൻ ചെല്ലാൻ. എനിക്ക് ഒരു ലൈൻ സ്പോണ്ടേനിയസ് പ്രെയർ പോലും ചെല്ലാൻ അറിയത്തില്ല. അങ്ങനെ ഒരാളെയാണ് അച്ഛൻ പിറ്റേ ആഴ്ച, അതിൽ എന്നെ പിടിവിട്ടാൽ ഒരു പക്ഷെ പിടിവിട്ടു പോകുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം, പിറ്റേ ആഴ്ച തുടങ്ങിയ അച്ഛൻ എന്നെ റിട്രീറ്റിന് വിളിച്ചു. അത് ഞാൻ അച്ഛനോട് ധാരാളം ആദ്യകാലങ്ങളിലൊക്കെ റിട്രീറ്റിനൊക്കെ സഹായിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്, ഒരു പ്രാവശ്യം എംഹൗസിൽ നമ്മുടെ നാഷണൽ കൺവെൻഷൻ, ആദ്യത്തെ 89 അല്ലേ, 89 നാഷണൽ കൺവെൻഷൻ കഴിഞ്ഞിട്ട് അന്ന് മ്യൂസിക് മിനിസ്ട്രി അറേഞ്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് കഴിഞ്ഞ എംഹൗസിൽ രാത്രിയിലാണ്, അവിടെ എന്തൊരു വലിയ സെലിബ്രേഷൻ നടക്കുകയാണ്. പക്ഷെ അച്ഛൻ വന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ കാര്യമായിട്ട് ഫയർ ചെയ്തു. ഫയർ ചെയ്തതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തിനാ എന്നെ ഫയർ ചെയ്യുന്നു എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് തീരുമാനമായിരുന്നു, ഇനി ജീസസ് യൂത്തും ഒരു പരിപാടി ഇല്ലെങ്കിൽ അന്ന് ഉറപ്പായിട്ട് തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലത്തെ ബസ് അവിടേക്ക് 6 മണിക്കെങ്ങാണ്ടാണ് നമ്മുടെ HMD നിന്ന്. ഞാൻ 5:45 കറക്റ്റ് എണീറ്റ്, അന്ന് ഉറങ്ങിയില്ല, ബാഗും പാക്ക് ചെയ്ത് നടക്കുന്നു. ഞാൻ HMD ജംഗ്ഷൻ എത്തുമ്പോൾ അച്ഛനും കൂടി തിരിച്ചു വരുന്നുണ്ട്. അച്ഛൻ പെട്ടെന്ന് വരുന്നുണ്ട്, വെളുപ്പാങ്കാലത്ത് എണീറ്റ് അച്ഛൻ ഇങ്ങോട്ട് പോരുവാണ്. അന്ന് അച്ഛൻ തിരിച്ചു വരുന്നുണ്ട്. ഒരേ ഒരു കാരണമുള്ളൂ, ആരാണ്ട് വിളിച്ച് പറഞ്ഞു, ഞാനല്ലായിരുന്നു അതിൻ്റെ അകത്തെ, എന്താ പറയാ, അച്ഛൻ പറഞ്ഞ കാര്യത്തിന്റെ പ്രതി ഞാനല്ലായിരുന്നു, ഞാൻ അറിഞ്ഞിട്ട് പോലുള്ള കാര്യമല്ല. അപ്പൊ അച്ഛൻ അറിയാൻ മിക്കവാറും ഞാൻ അവിടുന്ന് സ്ഥലം വിടുന്ന അറിയാം. അങ്ങനെ അച്ഛൻ വെളുപ്പാങ്കാലത്ത് ആദ്യത്തെ ബസ് പിടിച്ച് വന്നിരിക്കുകയാണ് എന്നെ കാണാനായിട്ട്. അത് കഴിഞ്ഞൊരു 6 വർഷത്തോളമായിട്ട് മിക്കവാറും ഞാൻ എല്ലാ ദിവസവും അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. ചുരുക്കമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഞാൻ മിസ് ചെയ്തിട്ടുള്ളത്. ദീർഘയാത്രയിലായിരിക്കുമ്പോൾ, അല്ലെ അച്ഛനോട് സംസാരിക്കുമ്പം അച്ഛന് കിട്ടുന്നില്ല, എനിക്കറിയാം അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് അറിയാം. മിക്കവാറും ഞാൻ കൂടെയുള്ള അച്ഛന്മാരാരെങ്കിലും സംസാരിക്കുമായിരുന്നു, അല്ല ഐസിയുലാന്ന് അറിയായിരുന്നു. അത് അച്ഛൻ അല്ലെ അന്ന് തിരിച്ചു പിടിക്കുന്നില്ലെങ്കിൽ അച്ഛന് ഇങ്ങനെ ആയിരിക്കും എന്നറിയായിരുന്നു. ഈ എന്നെ പേഴ്സണലി മോനെന്ന് വിളിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ഡാഡി മമ്മിയാണ്. അത് കഴിഞ്ഞ അച്ഛനാ. ഞാനിപ്പോ ശ്രദ്ധിക്കുകയായിരുന്നു, കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് അച്ഛനെ എന്നെ ഒരിക്കലും പേര് വിളിച്ചിട്ടില്ല, മോനെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും, ഒത്തിരി പേർക്കെങ്കിലും എനിക്ക് വന്ന ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാനും ഗ്രീവ് ചെയ്യാനും ഒരു അവസരം കിട്ടിയില്ല. അത് അപ്പൊ ഞാൻ ഈ പഴയ മെസ്സേജസ് ഒക്കെ എടുത്തു, കഴിഞ്ഞ ഒരു വർഷമായിട്ട് അച്ഛൻ എന്നെ പൊന്നുമോനെന്ന് വിളിച്ചിട്ടുള്ളതാണ്.